സംസ്ഥാനത്ത് നിന്ന് LDFന്റെ 13 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കഴിഞ്ഞ ദിവസം പാലക്കാട് A. വിജയരാഘവനും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും നോമിനേഷൻ നൽകിയിരുന്നു. ഇന്നാണ് ഏറ്റവും കൂടുതൽ പേർ നോമിനേഷൻ നൽകിയത്. ഇങ്ങ് ആറ്റിങ്ങൽ തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ 13 LDFന്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി UDFന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. നമുക്ക് ആരൊക്കെ എവിടൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകിയെന്ന് ഒന്ന് പരിശോധിക്കാം. ആറ്റിങ്ങലിൽ വി ജോയി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. വി ജോയി നമുക്കറിയാം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റായി അടക്കം ജനങ്ങൾക്കിടയിൽ വളരെ ചെറുപ്പത്തിൽ SFI ഭാരവാഹിയായിരുന്നു തിരുവനന്തപുരത്ത്. അതിനുശേഷം അദ്ദേഹം തദ്ദേശ ഭരണ രംഗത്ത് വർക്കലയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം വിവിധ പഞ്ചായത്തുകളുടെയും ബ്ലോക്കുകളുടെയും ഒക്കെ അധ്യക്ഷനായി വി ജോയി വന്നു. അതിനുശേഷം അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒപ്പം തന്നെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും വി ജോയിയെ തിരഞ്ഞെടുത്തു. അങ്ങനെ MLA ആയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മറ്റൊരു ചുമതലയിലേക്ക് പാർട്ടി നിയോഗിക്കുന്നത്. അദ്ദേഹം LDFന്റെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. എന്തായാലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ജോയിക്ക് ലഭിക്കുന്നത്. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആ പഴയ ബന്ധം, വിദ്യാർത്ഥി കാലം മുതലുള്ള ആ ബന്ധവും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ആ ചുമതലകളുമെല്ലാം വളരെ ജനകീയനാക്കി മാറ്റിയ ജോയി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. തൃശ്ശൂരിൽ നമുക്ക് ഏറ്റവും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത VS സുനിൽകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി എന്നുള്ളതാണ്. തൃശ്ശൂർക്കാരുടെ സുനിയേട്ടനാണ്, അവരോടൊപ്പമുള്ള ആളാണ്, അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന ആളാണ്, അവരോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്ന ആളാണ്, അവരുടെ എല്ലാമാണ് സുനിൽകുമാർ. തൃശ്ശൂരിങ് എടുക്കുമെന്ന് പറഞ്ഞവരെയൊന്നും ഇപ്പോൾ ചിത്രത്തിൽ പോലും കാണാനില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. VS സുനിൽകുമാറും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. നേരത്തെ നമുക്കറിയാം AIYFലും AISFലും എല്ലാം പ്രവർത്തിച്ച, അതിൻ്റെ സംസ്ഥാന തലത്തിലടക്കം പ്രവർത്തിച്ച നേതാവാണ് സുനിൽകുമാർ. കൃഷിമന്ത്രിയായിരുന്നു അദ്ദേഹം. പ്രവർത്തിക്കാത്ത മേഖലകളില്ല. ഈ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും VS സുനിൽകുമാർ ജനങ്ങൾക്കിടയിൽ കാണും. അത് ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും എന്താണെങ്കിലും സുനിൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ വേറൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ല. സുനിൽകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ, LDFന്റെ CPMന്റെ K. രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തെ ചേലക്കരയിൽ നിന്ന് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള വാത്സല്യവും ഒക്കെ അറിയാം. എങ്കിൽ പോലും ആലത്തൂരിൽ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നിർത്താൻ തീരുമാനിച്ചപ്പോൾ ഇത്ര വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ CPM പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വലിയ തോതിൽ തൻ്റെ എതിരാളിയൊക്കെ പാട്ടുപാടുന്ന പെങ്ങളൂട്ടിയൊക്കെ എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാധാകൃഷ്ണൻ്റെ ഒരു പോക്ക്. അദ്ദേഹത്തിന് വേണ്ടി നിരവധി എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അവരിൽ ഒരാളായി മാറുന്ന രാധാകൃഷ്ണൻ തൻ്റെ ജീവിതം തന്നെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയായി, സ്പീക്കറായി, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം പക്ഷേ ഇതുവരെയും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നില്ല. ഇത്തവണ ആ ഉത്തരവാദിത്വം കൂടി CPM അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. വലിയ ജനാവലിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്തി നാമനിർദ്ദേശ പത്രിക നൽകിയത്. എറണാകുളത്ത് KJ ഷൈൻ ടീച്ചറാണ്, അധ്യാപികയാണ്, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ടുള്ള UDFന്റെ മണ്ഡലത്തിൽ UDFന്റെ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആളാണ് ഷൈൻ ടീച്ചർ. തൻ്റെ വിദ്യാർത്ഥികൾ, സൗഹൃദം ഒക്കെ തന്നെ അവർക്ക് വലിയ പിൻബലം നൽകുന്നു. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു വലിയ പിന്തുണയും KJ ഷൈൻ ടീച്ചർക്കുണ്ട്. എന്തായാലും ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ എറണാകുളം മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വളരെ മുന്നേറാൻ ഷൈന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് KJ ഷൈനും നാമനിർദ്ദേശ പത്രിക നൽകി. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ, അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്നു. അദ്ദേഹവും ഇന്ന് കോട്ടയത്ത്
നാമനിർദ്ദേശ പത്രിക നൽകി. കഴിഞ്ഞ തവണ അദ്ദേഹം UDFൻ്റെ ആളായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ ഇത്തവണ അദ്ദേഹം LDFൻ്റെ ആളായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ മനോഹരമായ ഒരു ചിരിയും ലാളിത്യവും ആ പ്രവർത്തന പരിചയവും മനുഷ്യരോടുള്ള സ്നേഹപൂർവ്വമായ ആ ഒരു ഇടപെടിയിലും എല്ലാം കൊണ്ട് തോമസ് ചാഴിക്കാടൻ ജനങ്ങൾക്കിടയിൽ വലിയ പ്രിയങ്കരനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹം പലതവണ കൈരളി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ഒരു തവണ അദ്ദേഹം MP ആയി അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ജോയ്സ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ ഓരോ മണൽത്തരിയും നമുക്കറിയാം, ഹൈറേഞ്ചിൻ്റെ മടക്കുകളിലൊക്കെ പോയി ജനങ്ങളുമായി ഇടപഴകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഭൂപ്രദേശം കൊണ്ട് ഇടുക്കി ആയിരിക്കാം. ആ മണ്ഡലത്തിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് ജോയ്സ് ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾക്കിടയിൽ സുപരിചിതനാണ്. ഇത്തവണ വീണ്ടും CPIM LDF അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു ആവേശം വലിയ തോതിൽ ജനങ്ങൾക്കിടയിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി അവിടെ 2 or 3 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. ആ പങ്കെടുത്ത പരിപാടികളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ്. എന്തായാലും ഇടുക്കിയിൽ ജോയ്സ് ജോർജിൻ്റെ നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകി. കോഴിക്കോട്ട് എളമരം കരീം, നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എളമരം കരീം. രാജ്യസഭാ MP ആണ്. നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ ജനങ്ങളുമായി അങ്ങേയറ്റം ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. കാസർഗോഡ് MP ബാലകൃഷ്ണൻ, CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു MP ബാലകൃഷ്ണൻ. ഇപ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം. അതെല്ലാം അദ്ദേഹത്തിന് വലിയ തോതിൽ പിന്തുണയാവുന്നു. പിന്നീട് കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത ഒരു പെരുമാറ്റവും അത്തരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയും എല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MP ബാലകൃഷ്ണൻ മാസ്റ്ററും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. കണ്ണൂരിൽ MP ജയരാജൻ, നമുക്കറിയാം ഒരു പരിചയപ്പെടുത്തൽ MP ജയരാജനെ സംബന്ധിച്ച് ആവശ്യമല്ല. ഈ നാടിൻ്റെ സ്പന്ദനം, കണ്ണൂരിൻ്റെ സ്പന്ദനം അറിയുന്ന ആൾ എന്ന് മാത്രമല്ല, സംസ്ഥാന തലത്തിൽ അദ്ദേഹം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ തന്നെ ഈ നാടിൻ്റെ ഓരോ ഭാഗങ്ങളിലും എത്തി, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ MP ജയരാജൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. ഭരണഘടനയുടെ ആമുഖം വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി എന്നുള്ളതാണ്. കാരണം ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം നമ്മൾക്കിടയിലുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത്തരക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ അത് നടപ്പാവില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഇടതുപക്ഷവും CPMഉം MP ജയരാജനും ഓരോ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും. വയനാട് നമുക്കറിയാം, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട, അത് ആനി രാജ തന്നെയാണ്. വനിതാ നേതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ ഒരു 2 or 3 പേരെ എടുത്താൽ അത് ഒരാൾ ആനി രാജയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആനി രാജ വയനാട് മത്സരിക്കുന്നു. കണ്ണൂർ സ്വദേശിയാണ്. വയനാടിനെ സംബന്ധിച്ച് അവർക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് ആനി രാജ. CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യ എന്നതിനപ്പുറം തനിക്ക് തൻ്റേതായ നിലപാടുകളുണ്ട്. ആ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു വനിതാ നേതാവാണ് ആനി രാജ. സാധാരണ മനുഷ്യൻ്റെ വിഷമവും ദുഃഖവും എല്ലാം അടുത്തു നിന്ന് അറിയാനും കാണാനും പറ്റിയിട്ടുള്ള ഒരു നേതാവാണ് ആനി രാജ. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ താൻ മുൻപന്തിയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആനി രാജ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ പോകുന്നത് വടകരയിലേക്കാണ്. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വടകര മുഴുവൻ ഇളകി മറിഞ്ഞ് ശൈലജ ടീച്ചറൊപ്പം പോവുകയാണെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം ജനപിന്തുണയാണ് വടകരയിൽ ശൈലജ ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണൽത്തരിയും ശൈലജ ടീച്ചറൊപ്പമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു പൊക്കിപ്പറയാണ് എന്നൊരു തോന്നലൊന്നും വേണ്ട. വലിയ പ്രതീക്ഷയോടുകൂടി പോയ ഷാഫിയൊക്കെ ഇപ്പം അവിടെ വലിയ 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 വീരവാദങ്ങളൊന്നും അടിക്കാതെ ഒരുവിധം അടങ്ങി ഒതുങ്ങിയൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ പോയി വടകര ഇഞ്ഞ് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് പോയത്. പോയ ആ ഒരു ഉശിരൊന്നും ഇപ്പം കാണാനില്ല. അപ്പോൾ ഒരുവിധം വളരെ ഡീസൻ്റായി നിന്ന് വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. നേരത്തെ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ചില സൈബർ ആക്രമണങ്ങളൊക്കെ വലിയ തോതിൽ നടത്താൻ നോക്കി. പിന്നീട് ജനങ്ങളത് തിരിച്ചടിക്കും എന്ന് മനസ്സിലായപ്പോൾ ആ പണിയൊക്കെ ഉപേക്ഷിച്ചപ്പോൾ ഒരുവിധം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ KS ഹംസ, പൊന്നാനിയിൽ KS ഹംസ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്.
ശൈലജ ടീച്ചർക്കൊപ്പം തന്നെ കെ സംസയും ഇന്ന് പൊന്നാനിയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. മറ്റൊരാൾ മാവേലിക്കരയിൽ CA അരുൺകുമാറാണ്. AUIFിൻ്റെ നേതാവായി, AESFിൻ്റെ നേതാവായി എല്ലാം വന്നിട്ടുള്ള അരുൺകുമാർ നിരവധി വർഷങ്ങളായി യൂത്ത് വിദ്യാർത്ഥി പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. മാവേലിക്കര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു വിജയം കണ്ടതാണ്. മുമ്പ് ചെങ്ങറ സുരേന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചു വന്നിട്ടുണ്ട്. ഇത്തവണ എന്തായാലും വലിയൊരു മത്സരത്തിലേക്ക് മാവേലിക്കര പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. മാവേലിക്കരയിലും LDFിൻ്റെ സ്ഥാനാർത്ഥി CA അരുൺകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഒട്ടാകെ ഇന്ന് 13 LDF സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്.